അപ്പോൾ നമ്മൾ ബുള്ളറ്റിലത്തെ ലോങ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് കുറവാണെങ്കിൽ നമുക്ക് ക്ലച്ചും വളരെ സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാം. അതിൽ വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ക്ലച്ച് കുറവാണെങ്കിൽ എങ്ങനെയാണ് ക്ലച്ച് ടൈറ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം കാണിക്കാം. അപ്പോൾ എപ്പോഴും ക്ലച്ച് ഈ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം, ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 3ന്റെ ഡബിൾ എൻഡ് സ്പാൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലച്ച് ടൈറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 13ന്റെ ഡബിൾ എൻഡ് സ്പാൻഡർ വെച്ച് ഇത് നമ്മൾ ഈ നെറ്റ് ലൂസ് ചെയ്ത് കൊടുക്കുക. 2-3 ത്രെഡ് ലൂസ് ചെയ്യുക. 2-3 ത്രെഡ് ഇത് ഓപ്പോസിറ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 13ന്റെ സ്പാൻഡർ വെച്ചിട്ട് നമ്മൾ ഈ നെറ്റ് കംപ്ലീറ്റ് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കേബിൾ ഇതിങ്ങോട്ട് വലിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ് എന്നിട്ട് ഇത് നമ്മൾ അങ്ങോട്ട് വലിച്ചാൽ മതി. എന്നിട്ട് ഇതുണ്ടാ ഈ കേബിൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് ഈ കേബിൾ നമ്മളിങ്ങോട്ട് വലിച്ചെടുക്കുക ഇതിൻ്റെ ഉള്ളിലൂടെ. എന്നിട്ട് ഇത് ഇച്ചിരി ഇങ്ങനെ ബാക്ക് വലിച്ചിട്ട് ദൂരി കഴിഞ്ഞാൽ നമ്മുടെ പഴയ കേബിൾ നമ്മുടെ കയ്യിൽ ഊരി കിട്ടും. എന്നിട്ട് ഇതൊന്ന് മാറ്റിയിട്ട് പുതിയത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ആദ്യം ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഘടിപ്പിക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഇതുണ്ടോ ഇവിടെ ഞങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് പഴയതുപോലെ തന്നെ ഇത് ഇതുവഴി എടുക്കുക. ഇവിടെ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്ത് നമ്മുടെ എന്തേരെയാണ് വേണ്ട അത് കണക്ക് നോക്കിയിട്ട് നമ്മൾ ക്ലച്ച് ടൈറ്റ് ചെയ്താൽ മതി. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ബൈ.